എക്സാമിന് വേണ്ടിയിട്ടുള്ള തകൃതിയായിട്ടുള്ള പ്രിപ്പറേഷനിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സാം റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട് തന്നെയാണ് വന്നത്. ഓക്കെ, അത് മറ്റൊന്നുമല്ല, നമ്മുടെ ബിസിനസ് സ്റ്റഡീസ് എങ്ങനെയാണ് പഠിക്കേണ്ടത്. തിയറി പേപ്പറാണെന്ന് നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ അറിയാലോ. അപ്പോൾ തിയറി പേപ്പേഴ്സ് നിങ്ങൾ പഠിക്കേണ്ട ഒരു രീതിയുണ്ട് അല്ലേ. അപ്പം നമ്മൾ ഓരോ സബ്ജക്ട്സ് ആണെങ്കിലും അത് പഠിക്കേണ്ട രീതിക്ക് പഠിച്ചാലേ കാര്യമുള്ളൂ. അല്ലാതെ നിങ്ങളിപ്പോൾ പലരും കുറേ സമയമൊക്കെ ഇരുന്ന് കഷ്ടപ്പെട്ട് പഠിക്കുന്നുണ്ടാവും, പക്ഷെ വേണ്ടത്ര റിസൾട്ട് കിട്ടാത്തൊരവസ്ഥയും വരാറുണ്ട്. അതും ഈ ഒരു മെയിൻ ഞാനിപ്പോൾ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാത്തതുകൊണ്ടാണ്. കാരണം എങ്ങനെയാണോ പഠിക്കേണ്ടത് ആ രീതിയിൽ പഠിക്കാതെ പഠിക്കുന്നു എന്ന് വേണമെങ്കിൽ മാത്രം പറയാം. അതുകൊണ്ടാണ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാത്തത്. ഓക്കെ, അപ്പം നമ്മുടെ തിയറി പേപ്പർ ആയിട്ടുള്ള ബിസിനസ് സ്റ്റഡീസ് എങ്ങനെ പഠിക്കണം എന്നുള്ള കുറച്ച് ട്രിക്സ് ആണ് ഞാൻ പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത്. ടിപ്സും ട്രിക്സും കൂടെ അങ്ങോട്ട് ക്ലാഷ് ആയി പോയതാണ്. ഓക്കെ, മറ്റൊന്നുമല്ല, ആദ്യം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ചാപ്റ്റേഴ്സിൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. നമുക്ക് മൊത്തം ഒരു 11 ചാപ്റ്റേഴ്സിൻ്റെ അടുത്ത് വരുന്നുണ്ട്. അതിൽ ഏറ്റവും ടഫായിട്ട് കുറച്ച് പഠിച്ചെടുക്കാൻ ഇച്ചിരി കട്ടിയായിട്ടിരിക്കുന്ന ഇപ്പോൾ +1 കേസിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഫോർമേഷൻ ഓഫ് എ കമ്പനിയും സോഴ്സ് ഓഫ് ബിസിനസ് ഫിനാൻസ് ഒക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ഇൻറ്റേർണൽ ട്രേഡൊക്കെ കുറച്ച് വലിയ ചാപ്റ്റേഴ്സാണ്. ഇനി +2 കേസിലേക്ക്, +1 കേസാണ് ഇപ്പോൾ പറഞ്ഞത്, +2 കേസിലേക്ക് വരികയാണെങ്കിൽ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ഡയറക്റ്റിങ്, മാർക്കറ്റിംഗ്. ഓക്കെ, ഈ ചാപ്റ്റേഴ്സൊക്കെ അത്യാവശ്യം നല്ല വെയിറ്റേജ് ഉള്ള ചാപ്റ്ററും ഒരുപാട് കോണ്ടന്റ് ഉള്ള ചാപ്റ്റേഴ്സാണ്. അപ്പോൾ ഇതൊരു വലിയ പോർഷനാണ്. നമ്മുടെ സിലബസ് എടുത്ത് നോക്കുമ്പോൾ അതിലെ വലിയ പോർഷൻസ് ആണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കുന്ന സമയത്ത് എപ്പോഴും ആ ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിക്കാതിരിക്കുകയാണെങ്കിൽ ആദ്യം അതിലെ ഏറ്റവും നിങ്ങൾക്ക് ഡിഫിക്കൽട്ടായിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ഏരിയ വേണം നിങ്ങൾ ആദ്യം ഇരുന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് പഠിച്ച് തുടങ്ങുമ്പോൾ. കാരണം തിയറി പേപ്പേഴ്സ് ആയതുകൊണ്ട് നിങ്ങൾക്ക് വായിച്ച് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ വലിയൊരു ടാസ്ക് അല്ലെ വലിയൊരു ഏരിയ കവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ മൈൻഡ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ഓക്കെ ഈ കാര്യം ഞാൻ കവർ ചെയ്തല്ലോ, ഈ ഒരു ഏരിയ ഞാൻ കവർ ചെയ്തു, വലിയൊരു പണി തീർന്നു, ഇനി ബാക്കിയുള്ളത് ചെയ്യാം, കുറച്ചുകൂടി എളുപ്പമായിരിക്കും എന്നുള്ളൊരു തോന്നൽ വരും. അപ്പോൾ അങ്ങനെയാകുമ്പോൾ തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞ വലിയ ഏരിയാസ് ആയിട്ടുള്ള ഇപ്പോൾ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് കേസ് എടുക്കുകയാണ്, +2 കുട്ടികളുടെ കേസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അതിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ഏരിയാസ് പഠിക്കുക. അതുപോലെ തന്നെ +1 കേസ് എടുക്കുകയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഇപ്പോൾ നമ്മുടെ ഫോർമേഷൻ ഓഫ് എ കമ്പനി, ഇപ്പോൾ അതിൻ്റെ ഇപ്പോൾ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനോ മെമ്മോറാണ്ടമോ അല്ലെങ്കിൽ ഇപ്പോൾ ഇൻറ്റേർണൽ ട്രേഡേഴ്സ് അതിലെ ടൈപ്സ് ഒക്കെ പഠിക്കാനാണ് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുക, ആദ്യം ഇരുന്ന് പഠിച്ച് തീർക്കുക. ഓക്കെ, അങ്ങനെ ആ സമയം നിങ്ങൾക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്ത് പോകാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്യണം, നിങ്ങളുടെ കംപ്ലീറ്റ് സിലബസിനെ ഒന്ന് കുഞ്ഞ് ടോപ്പിക്സ് ആക്കി കട്ട് ചെയ്യണം. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ PYQs ഉണ്ട്. ഓക്കെ, നമ്മുടെ ബാച്ചിൽ PYQs ഉണ്ട്. ഇപ്പോൾ നോർമൽ നമ്മുടെ ക്രാഷ് ബാച്ച് എടുത്ത കുട്ടികൾക്കാണെങ്കിലും PYQs കിട്ടും, ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്കും ഉണ്ടാവും അല്ലേ PYQs കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ PYQs വെച്ചിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾക്ക് അറിയാം ഏതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഏരിയ, എവിടെ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ ഏരിയാസിനെ വേണം ആദ്യം നിങ്ങളൊരു പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ആദ്യം കൊടുക്കേണ്ടത്. എന്നിട്ട് പഠിക്കാതിരിക്കുന്ന സമയത്ത് ആ ഏരിയാസ് വേണം ഇങ്ങനെ എടുത്ത് പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞു കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഈസി ആയിട്ട് നിങ്ങളുടെ ഈ ഒരു എക്സാം സമയത്ത് സ്ട്രെസ് ഒഴിവാക്കിക്കൊണ്ട് പഠിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ക്ലിയർ. പിന്നെ അത് മാത്രമല്ലാതെ നിങ്ങളിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടിരുന്ന് പഠിക്കായിരിക്കും. തിയറി പേപ്പേഴ്സ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഉറക്കം വരാം. ഓക്കെ, അങ്ങനെ ഉറക്കം വരുന്നു എന്നുള്ളൊരു തോന്നൽ വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് അപ്പം തന്നെ ബുക്ക് അടച്ചു വയ്ക്കുക, എന്നിട്ടൊന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കുക. അതായത് നിങ്ങളിപ്പോൾ പഠിച്ച കാര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി, എന്താണ് ഇത്, ഓക്കെ അതിൻ്റെ ആൻസർ നിങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതായത് പറയണം, മനസ്സിൽ പറയാതെ വാ കൊണ്ട് തന്നെ എന്ത് ചെയ്യണം, പറഞ്ഞുകൊണ്ടിരിക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു ഉറക്കത്തെ അത് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് എഴുന്നേറ്റ് നടക്കുക, എന്നിട്ട് വന്നിരിക്കുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഫ്ലാഷ് കാർഡ്സ് ഒക്കെ ഉണ്ടാക്കി വെക്കാൻ ഈ ഒരു സമയം പറ്റുകയാണെങ്കിൽ അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. എന്ത് ചെയ്യുക, ഫ്ലാഷ് കാർഡ്സ് ഒക്കെ വെച്ചിട്ട് പഠിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഫ്ലാഷ് കാർഡ്സ് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾ വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാനും പറ്റും. ഓക്കെ, നിങ്ങൾ ആ ഫ്ലാഷ് കാർഡ്സ് യൂസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും റിവൈസ് ചെയ്തുകൊണ്ടായിരിക്കണേ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ടിപ്സൊക്കെ യൂസ് ചെയ്തിട്ട് വേണം ഇനി അങ്ങോട്ട് പഠിക്കാനായിട്ട്. ഇനി നമ്മളുടെ മുന്നിൽ അധികം സമയമില്ല, സമയം വളരെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് മാക്സിമം സമയം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യും. ഇപ്പോൾ PYQs ഒക്കെ കാര്യങ്ങളൊക്കെ ഇല്ലാത്ത കുട്ടികളാണെങ്കിൽ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്താൽ മതി. ബാച്ചിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാമല്ലോ, ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് അവർ പറഞ്ഞു തരും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ
നിങ്ങൾക്ക് ബെസ്റ്റ് എന്ന് തോന്നുന്നത് ചൂസ് ചെയ്യുക, അതിലിരുന്ന് നന്നായിട്ട് അങ്ങോട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇനി ബാക്കി അപ്ഡേറ്റ്സ് ആയിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. ചാച്ചാ ബൈ ബൈ.